നമസ്കാരം. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ചെങ്കോൽ പിടിച്ചതിന് പിന്നാലെ ആരാധകർക്കും നാട്ടുകാർക്കും നൽകിയ വാക്കുപാലിച്ച ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടൻ ഭരണത്തിന്റെ വിശ്വരൂപം കാട്ടി 717 സർക്കാർ മദ്യശാലകൾ അടച്ചുപൂട്ടാൻ വിജയ് ഉത്തരവിട്ടു. ആരാധനാലയങ്ങൾക്കും സ്കൂളുകൾക്കും സമീപം പ്രവർത്തിക്കുന്ന കുടിശാലകൾക്കിനി തമിഴ് മണ്ണിൽ ഇടമില്ലെന്ന പ്രഖ്യാപനത്തോടെയാണ് ദളപതിയുടെ രാഷ്ട്രീയ ഇന്നിംഗ്സ് കളർഫുള്ളായിരിക്കുന്നത്. ക്ഷേത്രങ്ങൾ, പള്ളികൾ, വിദ്യാലയങ്ങൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന കടകൾക്കാണ് പൂട്ടുവീഴുന്നത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളും പൂട്ടി താക്കോൽ ഏൽപ്പിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. 276 ആരാധനാലയ പരിസരത്തെ കടകളും 186 സ്കൂൾ പരിസരത്തെ കടകളും ഉൾപ്പെടെ 717 എണ്ണമാണ് ലിസ്റ്റിലുള്ളത്. പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കുടികേന്ദ്രങ്ങളെ തുരത്തുക എന്ന വലിയ സാമൂഹിക പരിഷ്കാരത്തിനാണ് വിജയ് തുടക്കമിട്ടിരിക്കുന്നത്. അതേസമയം ഭരണപരമായ ആദ്യ തീരുമാനം തന്നെ സിക്സർ അടിച്ച വിജയ്ക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്നത് വിശ്വാസ വോട്ടെടുപ്പിന്റെ കടമ്പ. കോൺഗ്രസ്, ഇടതുമുന്നണി, CVK, മുസ്ലിം ലീഗ് കക്ഷികളുടെ പിന്തുണയോടെയാണ് TVK സർക്കാർ രൂപീകരിച്ചത്. മെയ് 13-ന് മുൻപ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. 4 ദിവസം നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVK അധികാരത്തിലേറിയത്. തമിഴ്നാട്ടിലെ നിലവിലെ നിയമപ്രകാരം സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും 50 മീറ്റർ പരിധിയിൽ മദ്യഷോപ്പുകൾ പാടില്ല. എന്നാൽ ദൂരപരിധി 500 മീറ്ററായി ഉയർത്തിയിരിക്കുകയാണ് വിജയ്. മദ്യം കാരണം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സ്ത്രീകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വിജയോട് പരാതി പറഞ്ഞിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും ലഭ്യമാകുന്ന വിധത്തിൽ തമിഴ്നാട്ടിൽ മദ്യം ഒഴുകുന്നതായും പരാതിയുണ്ട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 വരെയാണ് മദ്യവിൽപ്പനയ്ക്ക് അനുമതിയെങ്കിലും പലപ്പോഴും ഇതൊന്നും പാലിക്കാതെ പലയിടത്തും വിൽപ്പന നടക്കുന്ന സ്ഥിതിയാണ്. ഇതോടെയാണ് ചട്ടം ലംഘിച്ച് വിൽപ്പന നടത്തുന്ന മദ്യശാലകൾ പൂട്ടാൻ മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വിജയ് നൽകിയ പ്രധാന വാഗ്ദാനമായിരുന്നു ഘട്ടം ഘട്ടമായുള്ള മദ്യനിരോധനം. അധികാരം കിട്ടിയ ആദ്യ മണിക്കൂറിൽ തന്നെ ഇത്രയും വലിയൊരു തീരുമാനമെടുത്തതോടെ DMK-യുടെയും BJP-യുടെയും ക്യാമ്പുകൾ അമ്പരപ്പിലാണ്. യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ടുകൾ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം തമിഴ് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVK-ക്ക് 118 MLA-മാരുടെ പിന്തുണ ഉറപ്പായ ശേഷം മാത്രമാണ് സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചത്. കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, VCK, മുസ്ലിം ലീഗ് പിന്തുണയോടെ തമിഴ്നാട് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത വിജയ്ക്ക് മുന്നിൽ ഇനി കടമ്പ സഭയിലെ ഭൂരിപക്ഷമാണ്. മെയ് 13-ന് മുമ്പ് സഭയിൽ വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ വിശ്വാസ വോട്ടെടുപ്പിനുള്ള തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ചെന്നൈ 1000 ലൈറ്റ്സ് MLA JCD പ്രഭാകരനെ TVK സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. ADMK-യിലെ പിളർപ്പിൽ സ്പീക്കർ നിലപാട് വ്യക്തമാക്കിയേക്കും. SP വേലുമണിയെ കക്ഷി നേതാവാക്കണമെന്ന് 30 MLA-മാരും EPS-നെ അംഗീകരിക്കണമെന്ന് 17 പേരും ആവശ്യപ്പെടുന്ന കത്തുകൾ പ്രോടേം സ്പീക്കർക്കും നൽകിയിരുന്നു. എന്നാലും തമിഴ്നാട്ടിൽ അധികാരത്തിലേറെ ആദ്യ മണിക്കൂറിൽ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ആദ്യ ബില്ലിൽ നിയമത്തിൽ വിജയ് ഒപ്പിട്ടത്. അതിനുശേഷമാണ് ഏറ്റവും നിർണായകമായ 700-ലധികം വരുന്ന മദ്യശാലകൾ പൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് കൂടി വിജയ് എത്തിയിരിക്കുന്നത്. എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി മാറ്റത്തിലേക്കാണ് ഇനിയുള്ള നാളുകളെന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് വിജയുടെ ഓരോ തീരുമാനങ്ങളും.